Welcome to Garam Masala, the magic spices of cooking. Macaroni Cutlet. ഇന്ന് നമുക്ക് ചിക്കൻ മാക്രോണി കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കട്ട്ലേറ്റ് ആണിത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലേറ്റ് കൂടിയാണിത്. ചിക്കനും മാക്രോണിയും പൊട്ടാറ്റോയും ചേർത്തുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലേറ്റ് ആണിത്. വളരെ ഈസി ആയി തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ടീ ടൈം സ്നാക്കായും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യുകയും ചെയ്യാം. ഈ മാക്രോണി കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ മീഡിയം സൈസുള്ള 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടാറ്റോയെ പീൽ ചെയ്തതിനു ശേഷം വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കാതെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിനെ മാഷ് ചെയ്ത് വെക്കാം. അടുത്തതായി നമുക്ക് മാക്രോണിയെ വേവിച്ചെടുക്കാം. ഇതിനുവേണ്ടി ഒരു വെസലിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് 1 കപ്പ് മാക്രോണി ചേർക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ മാക്രോണി നന്നായി കുക്കായി വരണം, നല്ല സോഫ്റ്റ് ആയി വരണം. ഇപ്പോൾ നമ്മുടെ മാക്രോണി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കണം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം. ആദ്യം നമുക്ക് കറിവേപ്പില ചേർക്കണം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം, അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർക്കാം. നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സ്പൈസസിന്റെ എല്ലാം റോസ്മെൽ ഒന്ന് പോകട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ കുറച്ച് ബോണുണ്ട്. നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നന്നായി കുക്കായി വരണം, അതുപോലെ തന്നെ വെള്ളമെല്ലാം വറ്റി വരികയും വേണം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി കുക്കായി വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ബോണുള്ള ഭാഗം മാറ്റിയതിനു ശേഷം ബാക്കിയുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ബോണിലെ ഇറച്ചിയും എടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മസാലയാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൊട്ടാറ്റോ കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലോട്ട് മാറ്റണം. ഇപ്പോൾ നമ്മുടെ ചിക്കന്റെയും മാക്രോണിയുടെയും മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട എടുക്കാം. ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായി പതഞ്ഞു വരട്ടെ. അടുത്തതായി നമുക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ എടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ മാക്രോണി ചിക്കൻ മിക്സിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കാം. ഇതിനെ നന്നായി പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതിനെ നന്നായി കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ കട്ട്ലേറ്റും തയ്യാറാക്കിയെടുക്കണം. ഇങ്ങനെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ കട്ട്ലേറ്റിനെ കൈവെള്ളയിലിട്ട് നന്നായി പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ ആക്കണം. സാധാരണ കട്ട്ലേറ്റ് പോലെ ആയിരിക്കില്ല ഇതിന്റെ ഷേപ്പ്. പരിപ്പ് വടയുടേതുപോലെ ആയിരിക്കണം ഇതിന്റെ ഷേപ്പ്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ചൂടാക്കിയെടുക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കട്ട്ലേറ്റായി മാറ്റാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം.
ഇതിന്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. ഉൾഭാഗം ഓൾറെഡി കുക്കായതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ മാക്കറോണി കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ മാക്കറോണി കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. നോമ്പ് തുറക്കെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിനെ നമുക്ക് നല്ലൊരു ടീ ടൈം സ്നാക്കായും സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.